നമസ്കാരം. ഞാൻ സാധാരണ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഫോണ് അങ്ങനെ അധികം എപ്പോഴും നെറ്റ് ഉപയോഗിക്കാറില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഓഫീസ് കാര്യങ്ങൾക്കൊരു ഫോണും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അത്യാവശ്യം നല്ലൊരു വിലയുള്ളൊരു ഫോണുമാണ്. കാരണം ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറൊരു ഫോണാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ടാമതൊരു ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നെറ്റ് ഓൺ ആക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും കാര്യം നോക്കി അങ്ങിരുന്ന് പോകും, നമ്മുടെ സമയം ഒത്തിരി പോകും. അത് പലപ്പോഴും ഫാമിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് 2 ഫോണിലേക്ക് ആക്കി. ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ ഫോൺ നോക്കാറുള്ളൂ. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ എനിക്കൊരു 8-9 മിസ്ഡ് കോളാണ് വാട്സപ്പിൽ നിന്ന് കിടക്കുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനപ്പം മെസ്സേജ് ചെയ്തു, എന്തെങ്കിലും അത്യാവശ്യമാണോ, എന്തെങ്കിലും പറയാനാണോ വിളിച്ചത് എന്ന് ഒരു മെസ്സേജ് അയച്ചു. അന്നേരം അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആൾ നെറ്റിലില്ല. ഞാൻ നെറ്റ് അങ്ങ് ഓഫ് ചെയ്തു. പിന്നെ എപ്പോഴും ഞാൻ ഓൺ ആക്കിയപ്പോൾ വീണ്ടും ഇതേപോലെ 8-9 മിസ് കോൾസ്. ഞാൻ വിളിച്ചേടാ ഇനി അതുപോലെ എന്തെങ്കിലും അത്യാവശ്യമുള്ള ആൾ വല്ലതും ആണോ, എന്താ, എനിക്കറിയത്തുപോലും ഇല്ല നമ്പർ. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം റിങ്ങുണ്ട്, എടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്നാരല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങളെന്തൊരു മനുഷ്യനാ, നിങ്ങൾ വിളിച്ചാൽ നിങ്ങളെ കിട്ടണ്ടായോ? ഇളങ്ങ് തട്ടി കയറുക, ഭയങ്കര ബഹളം. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നത്തില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല, ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്ന ആളല്ല, ഡോക്ടർ മറ്റേ ആൾക്കാർ അങ്ങനൊന്നും അല്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, എൻ്റെ ഭാര്യ ആൾ ശരിയല്ല, ഞാൻ പറഞ്ഞൊന്നും കേൾക്കത്തില്ല. നിങ്ങൾ ഒരു വീഡിയോ ഈ വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ 2 ദിവസത്തിനിടയിൽ ഇടണം എന്നൊരു ഇയാളങ്ങ് കമാൻഡിങ് ആണ് ഭയങ്കര. ഞാൻ ചേട്ടാ എനിക്കൊരു 10-20 വീഡിയോ ചെയ്യാൻ കിടക്കുന്നു. അത് വീഡിയോ ഞാൻ ചെയ്ത് റെഗുലറായിട്ട് ഇതുപോലെ വിളിച്ച് പറയുന്ന ആൾക്കാരുടെ വീഡിയോസാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനിടയിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനിപ്പോൾ ഉടനെ പറ്റത്തില്ല. അതിന് മാത്രം വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഭാര്യ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, ഇയാൾ വേറെ സ്ഥലത്ത് താമസിക്കുന്നത്. ഇയാളുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഭാര്യ കേൾക്കുന്നില്ല. അതൊരു യൂണിവേഴ്സൽ കാര്യമാണ്. ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യയല്ല, ഭാര്യ പറയുന്ന ഭർത്താവ് കേൾക്കുന്നതൊക്കെ വളരെ റെയറാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് വീഡിയോ ഇടണം, ഇതാണ് ഞങ്ങൾക്ക് കമൻറ്റ് ഇടണം. ഞാൻ ചേട്ടാ ഞാനൊരു സ്നേഹബുദ്ധി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഉറപ്പായിട്ട് ഈ വീഡിയോ ചെയ്യാം എപ്പോഴെങ്കിലും. പക്ഷേ ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ചേട്ടൻ്റെ ഭാര്യ ചേട്ടനെ കേൾക്കാതെന്ന് അറിയാമെന്ന് വെച്ചു. ആരോന്നില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന 10 മിനിറ്റേ ഉള്ളൂ. ഈ 10 മിനിറ്റ് എനിക്ക് നിങ്ങളുടെ സ്വഭാവം പിടിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ കൂടെ നിൽക്കുന്ന ഭാര്യയ്ക്ക് ഇതേ സ്വഭാവമാണ്, അവരെങ്ങനെ നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും? ഇനി അവരെത്ര മോശപ്പെട്ട സ്ത്രീയാണെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളുടെ ഈ സ്വഭാവം നിങ്ങളൊന്ന് മറ്റുള്ളവരോട് പെരുമാറുന്ന നല്ല രീതിയിലാക്ക്. അപ്പോൾ ആൾക്കാരൊക്കെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ അങ്ങ് വെച്ചു. ഞാൻ പറഞ്ഞ് ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്.